1982 ജൂലൈ 17 അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റിലുള്ള മാർഷൽവിൽ എന്ന വില്ലേജിൽ നിന്നും 11 വയസ്സ് മാത്രം പ്രായമുള്ള ക്രിസ്റ്റ ഹാരിസൺ എന്ന പെൺകുട്ടിയെ കാണാതാവുന്നു. സ്വന്തം വീടിന് മുന്നിലുള്ള ഗ്രൗണ്ടിൽ കൂട്ടുകാരനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രൗൺ കളർ വാനിൽ വന്ന ഒരു അജ്ഞാതൻ ക്രിസ്റ്റയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ക്രിസ്റ്റ ഹാരിസൺ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ് അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും അവളെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല. എന്നാൽ 6 ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആ ചെറിയ പെൺകുട്ടിയുടെ ജീർണിച്ച മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ക്രൈം സീനിൽ നിന്നും കില്ലറിനെതിരായ നിർണായക തെളിവ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞെങ്കിലും 2 വർഷങ്ങൾക്ക് ശേഷമാണ് കില്ലർ പോലീസ് പിടിയിലായത്. എന്തായിരുന്നു ക്രിസ്റ്റ ഹാരിസണ് സംഭവിച്ചത്? ആരായിരുന്നു അവളുടെ കൊലയാളി? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റിലുള്ള വെയിൻ കൗണ്ടിയിലെ ചെറിയൊരു വില്ലേജാണ് മാർഷൽവിൽ. 1.5 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ വില്ലേജിലെ ജനസംഖ്യ 1000-ൽ താഴെ മാത്രമാണ്. 2020 സെൻസസിൽ പോലും 789 ഇവിടുത്തെ ജനസംഖ്യ. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പരസ്പരം നന്നായി അറിയാം. കാര്യമായ കുറ്റകൃത്യങ്ങളൊന്നും നടക്കാത്ത, പൊതുവെ സമാധാനത്തോടെ മാത്രം ആളുകൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു മാർഷൽവിൽ. എന്നാൽ 1980കളിൽ നടന്ന 2 കൊലപാതകങ്ങൾ മാർഷൽവില്ലിലെ ജനങ്ങളുടെ സമാധാനം നിറഞ്ഞ ജീവിതത്തെ തകർത്തു കളഞ്ഞു. അതിലൊന്നായിരുന്നു ക്രിസ്റ്റ ഹാരിസന്റെ കൊലപാതകം. 1982 ജൂലൈ 17 അന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു. രാവിലെ തന്നെ ക്രിസ്റ്റ ഹാരിസനും അവളുടെ ഒരു ഫ്രണ്ടും ചേർന്ന് ഇവരുടെ വീടിന് മുന്നിലുള്ള ഗ്രൗണ്ടിൽ കളിക്കാനായി പോയതായിരുന്നു. ഇരുവരുടെയും വീടുകളിൽ നിന്നും ആ ഗ്രൗണ്ടിലേക്ക് 100 മീറ്ററിനടുത്തേ ദൂരമുണ്ടായിരുന്നുള്ളൂ. വീക്കെൻഡായാൽ ആ പരിസരത്തെ കുട്ടികളെല്ലാവരും ചേർന്ന് ആ ഗ്രൗണ്ടിൽ കളിക്കുന്നത് പതിവാണ്. വീടുകളിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരത്തായതുകൊണ്ട് തന്നെ പാരന്റ്സും അവരെ സ്വതന്ത്രമായി കളിക്കാൻ വിടുമായിരുന്നു. അന്ന് ക്രിസ്റ്റ ഹാരിസനും അവളുടെ ഫ്രണ്ടുമാണ് ഗ്രൗണ്ടിൽ ആദ്യം എത്തിയത്. മറ്റുള്ളവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തലേ ദിവസം ആ ഗ്രൗണ്ടിൽ ഒരു സോഫ്റ്റ് ബോൾ ടൂർണമെന്റ് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൂൾ ഡ്രിങ്ക്സ് ബോട്ടിലുകൾ ഉൾപ്പെടെ ധാരാളം വേസ്റ്റുകൾ ആ ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് അതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്രിസ്റ്റയുടെ ഫ്രണ്ട് കുറച്ച് വെള്ളം കുടിക്കുന്നതിനായി പോയി. വെള്ളം കുടിച്ചതിനു ശേഷം അവൻ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്റ്റയുടെ അടുത്തായി ഒരു വാൻ വന്നു നിന്നത് അവൻ ശ്രദ്ധിച്ചു. ആ വാനിൽ നിന്നും പുറത്തിറങ്ങിയ വ്യക്തി ക്രിസ്റ്റ ഹാരിസനോട് എന്തോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവൾ അതിന് മറുപടിയും പറയുന്നുണ്ട്. പെട്ടെന്ന് അയാൾ ക്രിസ്റ്റയെ ആ വാഹനത്തിനകത്തേക്ക് വലിച്ചു കയറ്റുകയും ആ വാനുമായി അവിടെ നിന്നും വേഗത്തിൽ പോവുകയും ചെയ്തു. കിഡ്നാപ്പിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലായതോടെ ആ പയ്യൻ പെട്ടെന്ന് തന്നെ ക്രിസ്റ്റയുടെ വീട്ടിലേക്ക് ഓടുകയും അവളുടെ പാരന്റ്സിനോട് കാര്യം പറയുകയും ചെയ്തു. അവർ മാർഷൽവിൽ പോലീസിൽ വിവരമറിയിച്ചതോടെയാണ് ഈ കേസന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. സംഭവ സ്ഥലത്തെത്തിയ മാർഷൽവിൽ പോലീസ് ക്രിസ്റ്റയുടെ ഫ്രണ്ടിന്റെ മൊഴിയെടുത്തു. അവന്റെ മൊഴി പ്രകാരം കിഡ്നാപ്പർ ഡാർക്ക് ഹെയറോടുകൂടിയ ഒരു വെളുത്ത വർഗ്ഗക്കാരനാണ്. അയാൾക്ക് 25 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടാവും. അത്യാവശ്യം നീളമുള്ള ബ്രൗൺ കളർ വാനിലാണ് അയാൾ വന്നത്. ആ വാനിന്റെ പുറകിലെ വിൻഡോ ഗ്ലാസ് റൗണ്ട് ഷേപ്പാണ്. ഇത്രയും ഡീറ്റെയിൽസ് ലഭിച്ചതോടെ ഡിറ്റക്റ്റീവ് തിമോത്തി മഗ്വയറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം ആ വാൻ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. ബ്രൗണും ഡാർക്ക് റെഡ് കളറുകളിലുമുള്ള എല്ലാ വാനുകളും തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ ട്രാഫിക് പോലീസിന് നിർദ്ദേശം നൽകി. എന്നാൽ ആ ദിവസം മുഴുവൻ തിരച്ചിൽ നടത്തിയിട്ടും കിഡ്നാപ്പറിന്റെ വാൻ മാത്രം പോലീസിന്റെ വലയിൽ കുടുങ്ങിയില്ല. അടുത്ത ദിവസം ലോക്കൽ വോളണ്ടിയർ ഏജൻസിയിലെ അംഗങ്ങളും നാട്ടുകാരുമെല്ലാം പോലീസിനോടൊപ്പം തിരച്ചിലിൽ പങ്കെടുത്തു. അതിനോടൊപ്പം തന്നെ ക്രിസ്റ്റ ഹാരിസന്റെ വീട്ടിലേക്ക് വരുന്ന ഫോൺ കോളുകളെല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കി. കാരണം പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കിഡ്നാപ്പറിന്റെ ഫോൺ കോൾ ആ വീട്ടിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ പോലീസുകാർക്കുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊരു ഫോൺ കോൾ വന്നില്ല എന്ന് മാത്രമല്ല, ക്രിസ്റ്റയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഫലം കണ്ടില്ല. 6 ദിവസങ്ങൾക്ക് ശേഷം മാർഷൽവിൽ പോലീസിന് ഒരു ഫോൺ കോൾ വന്നു. ഹണ്ടിങ്ങിന് പോയ കുറച്ചുപേർ വനത്തിനകത്ത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. ഉടനെ തന്നെ പോലീസ് ക്രൈം സീനിലെത്തി പരിശോധന നടത്തി. ഡെഡ് ബോഡി ഏറെക്കുറെ അഴുകി തുടങ്ങിയിരുന്നു. പിന്നീട് ക്രിസ്റ്റയുടെ അച്ഛൻ ജെറാൾഡ് ഹാരിസനെ സ്ഥലത്തെത്തിച്ച് ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്തതോടെയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ക്രിസ്റ്റ ഹാരിസൺ ആണെന്ന് സ്ഥിരീകരിച്ചത്. ക്രൈം സീനിൽ നിന്നും ഡെഡ് ബോഡി പൊതിയാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കവർ കൂടാതെ ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബ്ലൂ ജീൻസ്, ഒരു ഷർട്ട്, ഒരു ജോഡി ബ്ലാക്ക് ലെതർ ഗ്ലൗസ് എന്നിവ ലഭിച്ചു.
അതുകൂടാതെ ക്രൈം സീനിൽ നിന്നും 1 കിലോമീറ്ററോളം മാറിയുള്ള മറ്റൊരു സ്ഥലത്തു നിന്നും ചോര പുരണ്ട ഒരു കാർഡ്ബോർഡ് ബോക്സും ബീച്ച് ടവലും കണ്ടെത്തി. ആ ബീച്ച് ടവലിൽ ധാരാളം മുടികളുണ്ടായിരുന്നു. ആ മുടികളും ചോരയുമെല്ലാം ക്രിസ്റ്റ ഹാരിസന്റെയാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ക്രിസ്റ്റ ഹാരിസൺ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നും കഴുത്തിഞ്ഞെരിച്ചാണ് അവളെ കൊന്നിരിക്കുന്നത് എന്നും വ്യക്തമായി. ഇതേ സമയം തന്നെ ഫോറൻസിക് വിഭാഗം കേസിൽ വളരെ നിർണായകമായൊരു കണ്ടെത്തൽ നടത്തി. ക്രൈം സീനിനടുത്ത് നിന്നും ലഭിച്ച ബീച്ച് ടവലിൽ നിന്നും അതുപോലെ ക്രിസ്റ്റിയുടെ മുടിയിലും വസ്ത്രങ്ങളിൽ നിന്നുമെല്ലാം ഓറഞ്ച് കളറിലുള്ള ഫൈബർ നാരുകൾ കണ്ടെത്തിയിരുന്നു. ചെളി പിടിച്ച് മുഷിഞ്ഞവസ്ഥയിലായ ഈ ഫൈബർ നാരുകൾ പരിശോധിച്ച ഫോറൻസിക് സയന്റിസ്റ്റ് ജെഫ്രി ലിൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേട്ട് മാർഷൽവിൽ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം 8 മാസങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട 12 വയസ്സുകാരി ടീന ഹാർമന്റെ ഡെഡ് ബോഡിയിൽ നിന്നും ക്രൈം സീനിൽ നിന്നുമെല്ലാം സെയിം പാറ്റേണിലുള്ള ഫൈബർ നാരുകൾ ജെഫ്രി ലിന്നിന് ലഭിച്ചിരുന്നു. അവയുടെ ഉറവിടം ഒരേ സ്ഥലമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ടീന ഹാർമണും ക്രിസ്റ്റ ഹാരിസണും സമപ്രായക്കാരാണ്. മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ അവർക്കിടയിലുള്ളൂ. ഇരുവരും അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുമാണ് കടത്തപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരെയും കില്ലർ ലൈംഗിക പീഡനത്തിനിരയാക്കിയതിനു ശേഷം കഴുത്തിഞ്ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ഇരുവരുടെയും ക്രൈം സീനുകളിൽ നിന്നും ഡെഡ് ബോഡികളിൽ നിന്നുമെല്ലാം സെയിം പാറ്റേണിലുള്ള ഫൈബർ നാരുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി സമാനതകളുള്ള 2 കേസുകളാണിത്. ഇതിൽ നിന്നും ഈ 2 കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത് ഒരാളാണെന്നും വ്യക്തമാണ്. അതുതന്നെയാണ് മാർഷൽവിൽ പോലീസിന് തലവേദനയുണ്ടാക്കിയതും. കാരണം 8 മാസങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട ടീന ഹാർമന്റെ കേസിൽ പോലീസ് ഓൾറെഡി ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ആ കേസിലെ വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് ശിക്ഷ വിധിച്ചതുമാണ്. കുടിയേറ്റ കർഷകനായ ഹെർമൻ റേ റക്കർ എന്ന വ്യക്തിയാണ് ടീനയുടെ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഡയറക്റ്റ് എവിഡൻസുകളൊന്നുമില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ഹെർമൻ റേ റക്കറിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു. ഈ കേസിൽ ശിക്ഷ ലഭിച്ച ഹെർമൻ ജയിലിൽ കിടക്കുമ്പോഴാണ് ക്രിസ്റ്റ ഹാരിസൺ കൊല ചെയ്യപ്പെട്ടത്. അതും ടീന കൊല ചെയ്യപ്പെട്ട അതേ രീതിയിൽ. ഇതോടെ മാർഷൽവിൽ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ടീനയുടെ കൊലപാതകത്തിൽ തങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു നിരപരാധിയെയാണ്. കില്ലർ ഇപ്പോഴും പുറത്ത് സ്വതന്ത്രനായി നടക്കുന്നുണ്ട്. അവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു നിരപരാധി ഇനിയും ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, കൂടുതൽ പെൺകുട്ടികൾ ഇരകളാവാനും സാധ്യതയുണ്ട്. നിലവിൽ കില്ലറിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട 2 ക്ലൂകളാണ് പോലീസുകാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ദൃക്സാക്ഷിയുടെ മൊഴിയിൽ പറയുന്ന സൈഡ് റിയർ വിൻഡോസ് റൗണ്ട് ഷേപ്പിലുള്ള കില്ലറിന്റെ ബ്രൗൺ കളർ വാൻ. രണ്ടാമത്തേത് ഇരു ക്രൈം സീനുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഓറഞ്ച് കളർ ഫൈബർ നാരുകൾ. ഈ 2 തെളിവുകൾ വെച്ച് വേണം കില്ലറിന്റെ ഐഡന്റിറ്റി കണ്ടെത്താൻ. പോലീസ് അവരുടെ അന്വേഷണം ഊർജിതമാക്കി. കൂടുതൽ ഫോറൻസിക് പരിശോധനകൾ നടത്തിയതിൽ നിന്നും ആ ഫൈബർ നാരുകൾ മനുഷ്യനിർമ്മിത പോളിയസ്റ്റർ നാരുകളാണെന്ന് കണ്ടെത്തി. കൂടാതെ മൈക്രോസ്കോപ്പിക് പരിശോധനയിൽ ആ നാരുകളുടെ അറ്റം ട്രയാങ്കുലർ ഷേപ്പാണെന്നും ഇത്തരം പോളിയസ്റ്റർ നാരുകൾ കാർപ്പറ്റ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കാറുള്ളത് എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇതോടെ കില്ലറിന്റെ വാനിനകത്തെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള കാർപ്പറ്റിന്റെ ഫൈബറാവും വിക്ടിംസിന്റെ ദേഹത്തു നിന്നും ക്രൈം സീനിൽ നിന്നുമെല്ലാം ലഭിച്ചിട്ടുള്ളത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നു. ചുരുക്കി പറഞ്ഞാൽ 2 ക്ലൂ എന്നുള്ളത് ഒന്നായി മാറി. അതായത് കില്ലറിന്റെ വാൻ കണ്ടെത്തിയാൽ മാത്രമേ ഇനി അന്വേഷണം മുന്നോട്ടു പോകൂ എന്നുള്ള സാഹചര്യമായി. ഇതോടെയാണ് ക്രൈം സീനിൽ നിന്നും ലഭിച്ച മറ്റു വസ്തുക്കൾ വെച്ച് കേസിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിച്ചത്. ക്രിസ്റ്റ ഹാരിസന്റെ ഡെഡ് ബോഡിക്കരികിൽ നിന്ന് ലഭിച്ച ആണുങ്ങൾ ഉപയോഗിക്കുന്ന ജീൻസും ഷർട്ടുമെല്ലാം കേസ് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനായി കില്ലർ മനഃപൂർവ്വം ഉപേക്ഷിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെഡ് ബോഡി പൊതിയാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കവറിൽ നിന്നും എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനകളാണ് പിന്നീട് നടന്നത്. FBI സ്പെഷ്യൽ ഏജന്റായിരുന്ന ബിൽ കോളിൻസിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ ആ പ്ലാസ്റ്റിക് കവറിന്റെ തിക്നെസ്സും യൂണിക്കായിട്ടുള്ള ഫോൾഡിംഗ് പാറ്റേണുമെല്ലാം വെച്ച് ഏതോ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് ബാഗായിരുന്നു ആ കവറെന്നും ഡെഡ് ബോഡി പൊതിയാൻ ഭാഗത്തിൽ കില്ലർ ആ ബാഗ് കീറി ഉപയോഗിക്കുകയായിരുന്നു എന്നും കണ്ടെത്തി. അതുപോലെ ക്രൈം സീനിൽ നിന്നും 1 കിലോമീറ്ററിനപ്പുറത്തു നിന്നും ലഭിച്ച ക്രിസ്റ്റ ഹാരിസന്റെ ചോരയോടുകൂടിയ കാർഡ്ബോർഡ് ബോക്സും അദ്ദേഹം പരിശോധിച്ചു. L ഷേപ്പിലുള്ള ആ ബോക്സിൽ സിയേഴ്സ് റോബക് ആൻഡ് കോ എന്ന ലോഗോ കണ്ടത് കേസിൽ നിർണായകമായി. 1892 റിച്ചാർഡ് വാറൻ സിയേഴ്സും ആൽവ കർട്ടിസ് റോബക്കും ചേർന്ന് ഷിക്കാഗോയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ സ്ഥാപിച്ചു. അത് പിന്നീട് അമേരിക്കയിലെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിലേക്കും വ്യാപിക്കുകയും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുടെ ഈ ശൃംഖല ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്തപ്പോൾ അവരതിന് നൽകിയ പേരായിരുന്നു സിയേഴ്സ് റോബക് ആൻഡ് കോ. നിലവിൽ ഈ കമ്പനി പ്രധാനമായും ടൂൾസ്, ഹോം അപ്ലയൻസസ്, ഓട്ടോമോട്ടീവ് പാർട്സ് എന്നിവയാണ് വിൽപ്പന നടത്തുന്നത് എന്നുള്ള വിവരം കൂടി ലഭിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായി.
എൽ ഷേപ്പിലുള്ള ആ കാർഡ്ബോർഡ് ബോക്സും ക്രിസ്റ്റിയുടെ ഡെഡ് ബോഡി പൊതിയാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കവറും വാഹനങ്ങളുടെ സീറ്റ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെന്നും ആ ബോക്സിന്റെയും പ്ലാസ്റ്റിക് കവറിന്റെയും വലിപ്പം വെച്ച് വാനുകളിൽ ഉപയോഗിക്കുന്ന വലിപ്പം കൂടിയ കസ്റ്റമൈസ്ഡ് സീറ്റുകൾക്കാണ് ഇത്തരം ബോക്സുകൾ ഉപയോഗിക്കുന്നത് എന്നും സിയേഴ്സ് റോബക് കമ്പനിയിൽ നിന്നും വിവരം ലഭിച്ചു. ഇതോടെ കില്ലർ അയാളുടെ വാനിന് വേണ്ടി അടുത്തിടെ പുതിയൊരു കസ്റ്റമൈസ്ഡ് സീറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നും ആ സീറ്റ് പാക്ക് ചെയ്യാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കവറും കാർഡ്ബോർഡ് ബോക്സുമാണ് ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലായി. ഇങ്ങനെ ലഭിക്കുന്ന തെളിവുകളെല്ലാം കില്ലറിന്റെ വാനിലാണ് എത്തി നിൽക്കുന്നത്. ഇതോടെ സിയേഴ്സ് റോബക് ആൻഡ് കമ്പനിയിൽ നിന്നും കഴിഞ്ഞ 6 മാസങ്ങൾക്കിടയിൽ എത്ര കസ്റ്റമൈസ്ഡ് സീറ്റുകൾ പർച്ചേസ് ചെയ്യപ്പെട്ടു എന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത പോലീസ് അവരുടെ അഡ്രസ് പരിശോധിക്കുകയും അതിൽ നിന്നും ഒഹായോ സ്റ്റേറ്റിലെ താമസക്കാരെ മാത്രം സോർട്ട് ചെയ്തെടുക്കുകയും ചെയ്തു. മൊത്തം 23 പേരുണ്ടായിരുന്നു. എന്നാൽ അവരുടെയൊന്നും വാനിന്റെ കളർ ബ്രൗൺ അല്ല. അതുപോലെ തന്നെ വാനിന്റെ റിയർ വിൻഡോ റൗണ്ട് ഷേപ്പുമല്ല. ഇങ്ങനെ ലഭിക്കുന്ന തെളിവുകളെല്ലാം ഡെഡ് എൻഡിലെത്തിയതോടെ കേസ് അന്വേഷണത്തിന്റെ പുരോഗതി മന്ദഗതിയിലായി. കില്ലറിനെ കണ്ടെത്താൻ കഴിയാതെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. പാരന്റ്സ് എല്ലാവരും അവരുടെ കുട്ടികളെ പുറത്തുവിടാൻ ഭയന്നു. വീക്കെൻഡുകളിൽ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്ന മാർഷൽവില്ലിലെ ഗ്രൗണ്ടിൽ ആരും വരാതെയായി. ഈ 2 കൊലപാതകങ്ങൾ മാർഷൽവിൽ നിവാസികളുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം ചെറുതായിരുന്നില്ല. ക്രിസ്റ്റ ഹാരിസൺ കൊല ചെയ്യപ്പെട്ട് 1 വർഷവും ടീന കൊല ചെയ്യപ്പെട്ട് 2 വർഷങ്ങളും കടന്നുപോയിട്ടും കില്ലറിനെ പിടിക്കാൻ കഴിയാത്തതിൽ പോലീസുകാർ നിരാശയിലിരിക്കുമ്പോഴാണ് മറ്റൊരു സംഭവം നടന്നത്. ക്രിസ്റ്റ ഹാരിസൺ കടത്തപ്പെട്ട സ്ഥലത്ത് നിന്നും 65 കിലോമീറ്ററോളം മാറിയുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലെ മാനേജറായിരുന്ന ഡെബി എന്ന 28 വയസ്സുകാരി കടത്തപ്പെട്ടു. ആ ഗ്യാസ് സ്റ്റേഷനിലേക്ക് വാനുമായി എത്തിയ കിഡ്നാപ്പർ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഡെബിയെ കിഡ്നാപ്പ് ചെയ്തത്. ശേഷം അവളെ ഒരു രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മണിക്കൂറുകളോളം പീഡിപ്പിച്ചു. സാഡിസ്റ്റിക് മനോഭാവമുള്ള കിഡ്നാപ്പർ ഡെബിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനു പുറമെ അവളുടെ മുടി ഷേവ് ചെയ്ത് കളയുകയും ടേബിൾ ലാമ്പിന്റെ വയർ കട്ട് ചെയ്ത് അതുപയോഗിച്ച് ഷോക്ക് അടിപ്പിക്കുകയുമെല്ലാം ചെയ്തിരുന്നു. 12 മണിക്കൂറോളമാണ് ഡെബി കിഡ്നാപ്പറിന്റെ കസ്റ്റഡിയിൽ കൊടിയ പീഡനങ്ങൾ നേരിട്ടത്. ഇനി എന്തൊക്കെ പീഡനങ്ങൾ സഹിച്ചാലും അയാൾ തന്നെ ജീവനോടെ വിടില്ല എന്ന് ഡെബിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവൾ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അടുത്ത ദിവസം പുലർച്ചെയോടെ കിഡ്നാപ്പർ പുറത്തുപോയ സമയം നോക്കി ഡെബി ആ വീട്ടിൽ നിന്നും അതിസാഹസികമായി പുറത്തു കടന്നു. തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയ ഡെബി അവരുടെ സഹായത്തോടെ പോലീസിനെ വിവരമറിയിച്ചതോടെയാണ് ഈ സംഭവങ്ങളെല്ലാം പുറം ലോകമറിഞ്ഞത്. തന്നെ കടത്തിക്കൊണ്ടുവന്ന തടവിൽ പാർപ്പിച്ച വീടും അവൾ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. റോബർട്ട് ആന്റണി ബൂവൽ എന്ന വ്യക്തിയുടെ വീടായിരുന്നു അത്. റോബർട്ട് ആന്റണിയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് ആ നാട്ടുകാരെ മുഴുവൻ നടുക്കത്തിലാഴ്ത്തി. കാരണം സമൂഹത്തിൽ അറിയപ്പെടുന്ന എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് റോബർട്ട് ആന്റണി. വെൽ എഡ്യൂക്കേറ്റഡ് ആയ റോബർട്ട് ആർക്കോൺ സിറ്റി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഡെബിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ റോബർട്ട് ആന്റണിയുടെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തിയതോടെയാണ് പോലീസുകാർ ആ കാഴ്ച കണ്ടത്. ഒരു ബ്രൗൺ കളർ വാൻ നിർത്തിയിട്ടിരിക്കുന്നു. ഡെബിയെ കിഡ്നാപ്പ് ചെയ്യാനായി റോബർട്ട് ഉപയോഗിച്ചത് ആ വാൻ ആയിരുന്നു. ഇതോടെ പോലീസ് അലേർട്ടായി. കഴിഞ്ഞ 1 വർഷമായി തങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലറും റോബർട്ട് ആന്റണി തന്നെയായിരിക്കുമെന്നുള്ള അവരുടെ സംശയം ബലപ്പെട്ടു. പരിശോധനയിൽ ആ വാനിന്റെ റിയർ വിൻഡോ റൗണ്ട് ഷേപ്പ് ആയിരുന്നില്ലെങ്കിലും ആ വാനിനകത്തുള്ള കാർപ്പറ്റിന്റെ കളർ ഓറഞ്ച് ആയിരുന്നു. അതുപോലെ തന്നെ റോബർട്ട് ആ വാനിനകത്ത് ഒരു കസ്റ്റമൈസ്ഡ് സീറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ ക്രിസ്റ്റ ഹാരിസൺ കൊലപാതകത്തിൽ റോബർട്ടിന് പങ്കുണ്ട് എന്ന് ഏറെക്കുറെ വ്യക്തമായി. എന്നാൽ ക്രിസ്റ്റിയുടെ കിഡ്നാപ്പിംഗിലോ കൊലപാതകത്തിലോ തനിക്ക് പങ്കില്ല എന്നാണ് റോബർട്ട് പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഡെബിയെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത കേസിൽ റോബർട്ട് ആന്റണി അറസ്റ്റ് ചെയ്യപ്പെട്ടു. മറ്റു 2 കൊലപാതകങ്ങളിലും റോബർട്ടിന്റെ പങ്കുറപ്പിക്കുന്നതിനായി തെളിവുകൾ ക്രോസ് ചെക്ക് ചെയ്യാനും തുടങ്ങി. ഡെഡ് ബോഡികളിൽ നിന്ന് ലഭിച്ച ഓറഞ്ച് കളർ പോളിയസ്റ്റർ നാരുകൾ റോബർട്ടിന്റെ വാനിനകത്തുള്ള കാർപ്പറ്റിന്റെയാണോ എന്നാണ് പരിശോധിച്ചത്. അത് 100% മാച്ചാവുകയും ചെയ്തു. എന്നാൽ പോലീസിന്റെ ഈ കണ്ടെത്തൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇതൊരു തെളിവായി പരിഗണിക്കരുത് എന്നും റോബർട്ടിന്റെ ഡിഫൻസ് ലോയർ വാദിച്ചു. ഈ കാർപ്പറ്റ് ഫൈബർ ഫിംഗർ പ്രിന്റ്സ് പോലെ യൂണീക്ക് ആയിട്ടുള്ള ഒന്നല്ല എന്നും ഒഹായോ സ്റ്റേറ്റിലെ പല വീടുകളിലും വാഹനങ്ങളിലുമെല്ലാം ഇത്തരം ഓറഞ്ച് കാർപ്പറ്റുകൾ ഉണ്ടാവുമെന്നും അതിനാൽ തന്റെ കക്ഷിയാണ് കൊലപാതകങ്ങൾ നടത്തിയത് എന്ന് ഈയൊരു തെളിവ് വെച്ച് സ്ഥിരീകരിക്കരുത് എന്നായിരുന്നു ഡിഫൻസ് ലോയറിന്റെ വാദം. തുടർന്ന് 1 വർഷത്തോളം വിചാരണ നീട്ടിക്കൊണ്ടുപോവാൻ ഡിഫൻസ് ടീമിന് കഴിഞ്ഞെങ്കിലും ഡെഡ് ബോഡികളിൽ നിന്ന് ലഭിച്ച ചെളി പിടിച്ച പോളിയസ്റ്റർ നാരുകൾ റോബർട്ടിന്റെ വാനിനകത്തുള്ള കാർപ്പറ്റിന്റെ തന്നെയാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്ന് മാത്രമല്ല ആ വാനിന്റെ റിയർ വിൻഡോ റൗണ്ട് ഷേപ്പിലുള്ളതായിരുന്നു എന്നും ക്രിസ്റ്റിയുടെ കൊലപാതകം നടന്നതിന്റെ വാർത്തകൾ പത്രങ്ങളിൽ വന്നതിനു ശേഷം റോബർട്ട് ആ വിൻഡോ സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റിയതാണ് എന്നും പ്രോസിക്യൂഷൻ തെളിയിച്ചു. അയൽവാസികളിൽ ചിലരെ സാക്ഷികളായും ഹാജരാക്കി.
ഇതൊന്നും കൂടാതെ റോബർട്ട് ആന്റണി ജൂൺ 30-ന്, അതായത് ക്രിസ്റ്റ ഹാരിസൺ കൊല ചെയ്യപ്പെടുന്നതിന് 2 ആഴ്ച മുൻപാണ് അയാളുടെ വാനിന്റെ പഴയ സീറ്റ് മാറ്റുന്നതിനായി സിയേഴ്സ് റോബക്കിന്റെ പുതിയ സീറ്റ് പർച്ചേസ് ചെയ്തത് എന്നും കമ്പനി ആ സീറ്റ് പാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കാർഡ്ബോർഡ് ബോക്സും പ്ലാസ്റ്റിക് ബാഗുമാണ് ക്രിസ്റ്റിയുടെ ക്രൈം സീനിൽ നിന്നും കണ്ടെത്തിയത് എന്നും തെളിയിക്കപ്പെട്ടു. ഇതോടെ എല്ലാ തെളിവുകളും റോബർട്ട് ആന്റണി ബൂവലിനെതിരാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു. ലൈംഗിക താൽപര്യത്തിനു വേണ്ടി മാത്രം 2 ചെറിയ കുട്ടികളെ കൊലപ്പെടുത്തിയ പ്രതി ജീവിച്ചിരിക്കാൻ അർഹനല്ല എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. 1984 ഏപ്രിൽ 4-ന് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിച്ചപ്പോൾ പ്രതിക്ക് വധശിക്ഷയാണ് കോടതി നൽകിയത്. ഒപ്പം ടീന ഹാർമൺ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഹെർമൻ റേ റക്കറിനെ റിലീസ് ചെയ്യുകയും ചെയ്തു. ശിക്ഷ ലഭിച്ച് 18 വർഷങ്ങൾക്ക് ശേഷം 2002-ൽ റോബർട്ട് ആന്റണി ബൂവലിന്റെ വധശിക്ഷ അമേരിക്കൻ ഗവൺമെന്റ് നടപ്പിലാക്കുകയും ചെയ്തു. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.